കലാഭവൻ നൌഷാദും ശിഷ്യരും ഇക്കുറിയും കലോത്സവത്തിന്റെ മോണോ ആക്ട് വേദിയിൽ സജീവമാണ്. നൌഷാദിന്റെ 10 ശിഷ്യരാണ് ഇത്തവണ ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി വിഭാഗങ്ങളിൽ മത്സരിക്കുന്നത്. മത്സരാർത്ഥികൾ തെരഞ്ഞെടുത്ത വിഷയങ്ങളെല്ലാം സമകാലീന പ്രസക്തിയുള്ളവയായിരുന്നു. കൊല്ലമേ, നിനക്കിത് എന്തു പറ്റി? നമ്മളൊക്കെ വെറും കഥാപാത്രങ്ങളാ. പക്ഷേ ആയൂരും ഓയൂരും മാത്രമല്ലടോ. ആയൂരും ഓയൂരും നിറഞ്ഞു നിന്ന വാർത്തകൾ കണ്ടും കേട്ടും കൊല്ലത്ത് കലോത്സവത്തിനെത്തിയവരോടാണ് കരുനാഗപ്പള്ളിയിൽ നിന്നുള്ള മാളവിക മാധവന്റെ ഈ ചോദ്യം. മാളവിക ഉൾപ്പെടെ 10 പേർ ഇത്തവണ കലോത്സവത്തിന്റെ മോണോ ആക്ട് വേദിയിലെത്തിയപ്പോൾ സമകാലീനമായ വ്യത്യസ്ത വിഷയങ്ങളാണ് മികവോടെ അവതരിപ്പിച്ചത്. ഇവർക്കെല്ലാം കരുത്തും കരുതലുമായി പാറ പോലുറച്ചൊരാൾ കൂടെയുണ്ട്. പങ്കെടുക്കുന്ന എല്ലാവർക്കും സമ്മാനം കിട്ടണം. അതിലൊന്നാം സ്ഥാനം ആര് കിട്ടണം? ഇത് കലാഭവൻ നൌഷാദ്. കലോത്സവത്തിലെ മത്സരാർത്ഥിയായി തുടങ്ങി പരിശീലകനായി കഴിഞ്ഞ 25 വർഷങ്ങളായി കലാഭവൻ നൌഷാദ് കലോത്സവങ്ങൾക്കൊപ്പമുണ്ട്. തത്സമയം തയ്യാറാക്കിയ സ്ക്രിപ്റ്റുമായിരുന്നു തുടക്കമെന്നതും മറ്റൊരു പ്രത്യേകത. എൻ്റെ ഗുരു KS നൌഷാദായിരുന്നു. അതായത് ഞാൻ തന്നെ നമ്മൾ തന്നെ സ്ക്രിപ്റ്റ് എഴുതി അവതരിപ്പിക്കുന്ന ഒരു ശൈലിയിൽ ഏകദേശം ഒരു 24-25 വർഷവും ഒന്നാം സ്ഥാനത്ത് വരുന്ന കുട്ടികളുടെ ഗുരുനാഥൻ എന്നുള്ള ഒരു സന്തോഷം നമുക്കുണ്ട്. ഇത്തവണ മോണോ ആക്ടിൽ 10 പേര്, പിന്നെ സ്കിറ്റും ഉണ്ട്. സ്കിറ്റ് ഒരു 4 ടീമുണ്ട്. ഒരു ഫുട്ബോൾ ടീം കളിക്കാനിറങ്ങും പോലെയാണ് നൌഷാദും ശിഷ്യരും കലോത്സവത്തിന് ഇറങ്ങുക. ജയിക്കാനുള്ള വാശിയോടെ സ്റ്റേജിൽ കയറുമ്പോൾ മത്സരാർത്ഥികളെല്ലാം പോരാളികളാകും. മത്സരത്തിന് മുന്നേയും ശേഷവും പക്ഷേ പരസ്പരം കളിച്ചും ചിരിച്ചും സഹകരിച്ചും ഇവർ കലോത്സവം ആഘോഷമാക്കുകയും ചെയ്യും. മാഷും കുട്ടികളും ഫുൾ പവറിൽ വേദികളിലേക്ക് എത്തുമ്പോൾ മോണോ ആക്ട് മത്സരത്തിലെ പുതിയ ചരിത്രത്തിന് കൂടിയാവും കലോത്സവ വേദി സാക്ഷിയാവുക. അയ്യപ്പദേവിനൊപ്പം നിഖിൽ മലപ്പട്ടം, കൈരളി ന്യൂസ്.